എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജിയുടെ മുൻ കാമുകൻ്റെ പേര് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അത് പറയാൻ ഒരു മടിയാട്ടോ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അത് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സംഭവമല്ലേ, പിന്നെ എന്തിനാണ് നീ അതിനെപ്പറ്റി അന്വേഷിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പം ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ഇതാ, എന്നിട്ട് എന്തിനാണ് ഞാൻ ആ പേര് അന്വേഷിക്കുന്നത്, അയാളെ അന്വേഷിക്കുന്നത് എന്ന് അതിനുശേഷം പറയാമെന്ന് പറയും. അന്നേരവും ഗംഗാധരന് പറയാനൊരു മടിയാണ്. ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ബാലേന്ദ്രന് സ്വാഭാവികമായിട്ടും ദേഷ്യം വരുമല്ലോ. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പറയുവാണ്, നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി പറയണ്ട, ഞാൻ അതിന് വേറെ മാർഗം കണ്ടോളാം, നിങ്ങളുടെ പെങ്ങളോട് തന്നെ വിളിച്ച് ചോദിക്കാം, നിൻ്റെ മുൻ കാമുകൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ മതിയല്ലോ, അവൾ പറഞ്ഞു തരുമല്ലോ, ഞാൻ അവളെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പം വേണ്ട, അവളെ വിളിക്കണ്ട എന്ന് പറയും. എന്നാൽ നിങ്ങൾ പറ, അതായിരിക്കും നല്ലത് എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം ഗംഗാധരൻ പറയുവാണ്, ആ ആളുടെ പേരാണ് സ്റ്റാൻലി ജോസഫ് എന്ന്. അന്നേരം ഇപ്പോൾ എവിടെയാണ്, അയാളുടെ അഡ്രസ്സ് അറിയാവോ എന്ന് ചോദിക്കുമ്പം ഇപ്പോൾ എവിടെയാണ് എന്ന് എനിക്കറിയത്തില്ല, പഴയ അഡ്രസ്സ് പുനലൂരാണ്, പുനലൂർ കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയുടെ മകനാണ് എന്ന് പറയും കേട്ടോ. അച്ഛൻ്റെ പേര് ഔതക്കുട്ടി എന്നാണ് എന്നൊക്കെ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ കൊള്ളാലോ, കൊട്ടാരമറ്റത്തിൽ ഔതക്കുട്ടിയുടെ മകൻ സ്റ്റാൻലി ജോസഫ്, അയാളുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് അറിയത്തില്ല, പണ്ടത്തെ അഡ്രസ്സേ അറിയുള്ളൂ അല്ലേ എന്നൊന്നുകൂടെ ചോദിക്കുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, ഞാൻ അയാളെ ആ സംഭവത്തിന് ശേഷം കണ്ടിട്ടില്ല, പിന്നെ റിട്ടയർ ആയ വിവരം പോലും ആരോ പറഞ്ഞ് അറിയുമായിരുന്നു, അതിനുശേഷം യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, എന്തിനാണ് ബാലേന്ദ്രൻ ഇയാളെ അന്വേഷിക്കുന്നത്, എന്താണ് ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരമാണ് ബാലേന്ദ്രൻ പറയുന്നത്, അലീന ഇത്ര കാലം എൻ്റെ വീട്ടിലായിരുന്നല്ലോ, അവൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ച കാര്യവും അറിഞ്ഞു കാണുമല്ലോ, അങ്ങനെ ഒരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അവൾ എന്തിനെ വേറെ വല്ലയിടത്തേക്കും പോകുന്നത്, അവളെ ജനിപ്പിച്ച തന്തയുടെ അടുത്തോട്ട് തന്നെ പോകുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ഗംഗാധരൻ ചോദിക്കും, എന്തിനാ ബാലേന്ദ്ര അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത്, അവിടെ സ്റ്റാൻലിക്കും ഒരു കുടുംബം കാണിയില്ലേ, ആ കുടുംബം കൂടി തകർക്കണോ, ആ കുടുംബത്തിലെ മനസ്സമാധാനം കൂടി ഇല്ലാതാക്കണോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുവാണ്, അപ്പോൾ എൻ്റെ സമാധാനം പോകുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ കുടുംബം തകർന്നതിൽ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല, പെങ്ങൾക്കിട്ട് പണി കൊടുത്ത മുൻ കാമുകനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമമാവൂലേ, അവൻ്റെ കുടുംബം തകർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമമാവൂലേ എന്ന് ചോദിക്കുമ്പം ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന് പറയും. അന്നേരം വീണ്ടും ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, പിന്നെ ആർക്കാണ് വിഷമമാകുന്നത്, നിങ്ങളുടെ പെങ്ങൾക്ക് വിഷമാകും എന്നോർത്താണോ എന്നൊക്കെ ചോദിക്കുമ്പം ഞാനൊന്നും പറഞ്ഞില്ല, പറഞ്ഞത് മൊത്തം ഞാൻ തിരിച്ചെടുത്തു, ബാലേന്ദ്രന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന് പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ ഇത്രയും കാലം നിന്നത് അവളുടെ അമ്മയുടെ അടുത്താണ് അലീന, അവിടെ നിന്നും അവൾക്ക് നീതി കിട്ടിയില്ല, ഇനി അച്ഛൻ്റെ അടുത്തൊന്നും അവൾ പോയി നോക്കട്ടെ, അവിടെയെങ്കിലും അവൾക്ക് നീതി കിട്ടുമോ എന്നറിയാമല്ലോ എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അതിന് അവളെ അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടണമെന്നുണ്ടോ, അവളെ അവിടുന്ന് ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് മാറ്റണം എന്നതാണ് ഉദ്ദേശമെങ്കിൽ അവളെ നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറ്റാം, അവൾക്കൊരു പുതിയ വീട് മേടിച്ചു കൊടുക്കാം, ഒരു ജോലിയും മേടിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ വിവാഹപ്രായമായ പെൺകുട്ടിയല്ലേ, അവളെ നമുക്ക് വിവാഹം കഴിപ്പിച്ചു വിടാം, അതിന് ഞങ്ങളെല്ലാവരും ബാലേന്ദ്രൻ്റെ കൂടെ നിൽക്കാം, അതൊക്കെ പോരെ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതുപോരാ, അവൾ സ്റ്റാൻലിയുടെ അടുത്ത് തന്നെ ചെല്ലണം, അയാൾ അങ്ങ് രക്ഷപ്പെട്ടു പോകണ്ട, ഇങ്ങനെയൊരു മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അയാളും അറിയണം, അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ അലീനയെ ഏറ്റെടുത്ത് സംരക്ഷിക്കട്ടെ, പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുന്നുണ്ട്, അവളെ ഇനിയും ദുരിതത്തിലേക്ക് തള്ളിവിടണോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്ത് ദുരിതമാണെങ്കിലും അതിനെ സുഖമാക്കാനുള്ള കഴിവൊക്കെ അവൾക്കുണ്ട്, പിന്നെ അവൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ എനിക്കറിയാമെന്ന് പറയുന്നു. എത്രയൊക്കെ പറഞ്ഞാലും ഈ ഒരു യാത്ര ബാലേന്ദ്രൻ ഒഴിവാക്കില്ല എന്ന് മനസ്സിലാകുന്ന ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്ന കാര്യം വൈജ അറിഞ്ഞായിരുന്നോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളതിന് എൻ്റെ വീട്ടിലല്ലല്ലോ, അങ്ങ് കൊല്ലപ്പള്ളിയിലല്ലേ, ഞാൻ അവളെ അറിയിക്കേണ്ട ആവശ്യവും എനിക്കില്ല എന്ന് പറയും. അന്നേരം ചോദിക്കും, വേറെ ആർക്കെങ്കിലും ബാലേന്ദ്രൻ ഇങ്ങനെ സ്റ്റാൻലി അന്വേഷിച്ച് ഇറങ്ങിയതാണ് എന്നറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ട് ഇങ്ങനെ ഒരു സമാധാനത്തോടെ ഇരിക്കുവാണ് ഗംഗാധരൻ. അതുപോലെ ഇതിനിടയ്ക്ക് രേവതിക്കുട്ടിയും അവരെല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കഴിയുമ്പം രേവതിക്കുട്ടിയും രോഹിതോടെയാണ് സംസാരിച്ച് ഇങ്ങനെ ഇറങ്ങി പോരുന്നത്, ബില്ലൊക്കെ കൊടുത്തിട്ട്. അന്നേരം ഒരു 2 രൂപ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു രക്ഷയില്ല, എൻ്റെ കയ്യിലില്ല എന്ന് രോഹിത് പറയും. അന്നേരം ദാരിദ്ര്യമല്ലേ എന്ന് ചോദിക്കുമ്പം രോഹിത് പറയുവാണ്, എൻ്റെ കയ്യിൽ അതെങ്കിലും ഉണ്ട്, നിൻ്റെ കയ്യിൽ അതും ഇല്ലല്ലോ എന്ന്. ഇങ്ങനെ പറഞ്ഞ് അവർ ബില്ലടിച്ചിട്ട് വരുമ്പം കാറിൻ്റെ അടുത്ത് ബബിതയും അലീനയും ഇല്ല, രണ്ടുപേരൂടെ കൈ വാഷ് ചെയ്യാനോ ടോയ്ലറ്റിലൊക്കെ ആയിട്ട് പോയതാണ്. അവർ പോയി വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ പറഞ്ഞു വിടും. അന്നത്തേക്കും ഫോണിലേക്ക് ഗ്രേസിയമ്മ വിളിക്കും. എന്നിട്ട് എവിടെയാണ്, ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങ് വാ എന്ന് പറയുമ്പം എൻ്റെ പൊന്ന ആൻറ്റി, ഇതുങ്ങളെല്ലാം ആറ്റി തെളിച്ച് ഞാൻ അങ്ങോട്ട്
എത്തണ്ടേ, ഉറുമ്പും കൂടെ ഇളക്കി വിട്ടതുപോലെയാണ്, തോന്നിയതുപോലെയാണ് ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്. പിന്നെ ഒരു ഡ്രൈവറും ഉണ്ടല്ലോ, ഇതിൻ്റെ കാര്യം പറയുകയും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി ദേഷ്യവും ഒക്കെ വരാനുണ്ട് കേട്ടോ രോഹിത്തിന്. പക്ഷേ ഈ സാധനത്തിനടുത്ത് പിടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങ് ക്ഷമിക്കുന്നു. ഏതായാലും നിങ്ങൾ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഗ്രേസിയമ്മ ഫോം വയ്ക്കും. ഫോം വെച്ച് കഴിയുമ്പം എന്നാൽ ഞാൻ ഡ്രൈവർ വണ്ടി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇത്രയും ഭവ്യതയുടെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല നിൻ്റെ അടുത്ത് ഇതേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഒന്ന് മാറിയേക്ക് എന്ന് പറഞ്ഞ് വണ്ടി തുറക്കുന്നു. രോഹിത്ത് വണ്ടി കയറി ഇരിക്കുന്നേക്ക് അവരും വരും. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലോട്ട് എത്തുന്നുണ്ട്. പിന്നെയും കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് റെഡിയാകുവാണ്. കുളിച്ച് റെഡിയായി വരുമ്പോഴും കിടന്ന് ഉറക്കമാട്ടോ ഗോവർദ്ധൻ. അന്നേരം അടുത്ത് വന്ന് ഗോവർദ്ധനെ വിളിക്കും. അന്നേരം ഗോവർദ്ധൻ ചാടി എഴുന്നേറ്റിട്ട്, എന്താ ബാലേട്ട ഈ രാത്രിയിൽ എന്തെങ്കിലും അസുഖമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം, നേരം വെളുത്തിട്ട് കുറേ നേരമായി, തൻ്റെ കെട്ട് മാത്രം വീട്ടിട്ടില്ല, അതാ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കും. അന്നേരം, അയ്യോ ഇത്രയും സമയമായോ, എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ ബാലേട്ടനെ, ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയും. അന്നേരം, ഓ ഇന്നലെ നല്ല കണ്ടീഷനായിരുന്നു, അതുകൊണ്ടാണോ ഇങ്ങനെ ഉറങ്ങിപ്പോയതെന്ന് ചോദിക്കുമ്പം, അങ്ങനെയൊന്നുമില്ല ബാലേട്ട, 2 കഴിക്കണമെന്നേ ഓർത്തുള്ളായിരുന്നു, ബാറി ചെന്നപ്പം 2 കഴിച്ചപ്പോൾ ഒന്നും ആയില്ല എന്ന് തോന്നി, അന്നേരം ഒരെണ്ണം കൂടെ കഴിച്ചു, അത് കഴിച്ചതേ ഓർമ്മയുള്ളൂ, പിന്നെ എനിക്ക് വെളിവില്ലായിരുന്നു എന്ന് പറയും. അന്നേരം, അത് സാരമില്ല, ദേ ഫ്ലാസ്കിൽ കട്ടൻ ചായ ഇരിപ്പുണ്ട്, അതൊക്കെ കുടിച്ചിട്ട് പെട്ടെന്നൊന്ന് റെഡിയാകുക എന്ന് പറയുമ്പോൾ, ഒരു 10 മിനിറ്റ് ബാലേട്ട, ഞാൻ ഇപ്പോൾ റെഡിയായി വരാം എന്ന് പറയും. അങ്ങനെ ഗോവർദ്ധൻ റെഡിയാകാൻ പോകുന്ന സമയത്ത് ഫോണൊക്കെ നോക്കി അവിടെ ഇരിക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇന്നലെ ആ കേണിൽ വന്നിട്ട് ബാലേട്ടന് വേണ്ടതൊക്കെ കിട്ടിയോ എന്നും ചോദിക്കുന്നുണ്ട്. അന്നേരം, അത്യാവശ്യമുള്ളതൊക്കെ കിട്ടി, ബാക്കി നമുക്ക് പോകുമ്പോൾ ശരിയാക്കാം എന്നും പറയുന്നുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ എറണാകുളത്ത് രേവതിക്കുട്ടിയുടെ അടുത്തും രാവിലെ എഴുന്നേറ്റത് എല്ലാണും തൊടിയിലാണ്. പേരമരത്തിൻ്റെ മണ്ടയിലുണ്ട് രോഹിത്ത് പേരയ്ക്ക പറിച്ചു കൊടുക്കുന്നു. താഴെ നിന്ന് രേവതിക്കുട്ടിയാണ് അതെല്ലാം കളക്ട് ചെയ്യുന്നത്. അതുപോലെ കൃഷ്ണമോളും ബബിതയും ഒക്കെ തൊടിയിലൂടെ നടന്ന് ഓരോ സപ്പോർട്ടയും അങ്ങനെ പല സാധനങ്ങളൊക്കെ പറിച്ച് നിന്ന് ഇങ്ങനെ നടക്കുവാണ്. അത് കഴിഞ്ഞ് ഇവരുടെ അടുത്ത് വരുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കും, പല്ല് പോലും തേക്കാതെയാണോ രാവിലെ ഇതെല്ലാം പറിച്ച് തിന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇന്നലെ രാത്രിയിൽ പല്ല് തേച്ചതാണ്, പിന്നെ ഇതും ഒരു പല്ല് തേപ്പിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി എന്ന് ബബിത പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതേക്കും അലീനെ വിളിക്കൂട്ടോ, പെട്ടെന്ന് കയറി വാ, നമുക്ക് കൊല്ലത്ത് പോകാനുള്ളതാണ്, ഇനിയും താമസിച്ചാൽ ശരിയാകിയല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവർ അവിടുന്ന് തിരിച്ചു പോരുന്നു. അത് കഴിഞ്ഞ് റെഡിയായി ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. റെഡിയായി ഇറങ്ങി വന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട് ഗ്രേസിയമ്മയോട്, ആൻറ്റിയും വരുന്നില്ലേ ഞങ്ങളുടെ കൂടെ എന്ന്. അന്നേരം ഗ്രേസിയമ്മ പറയും, അയ്യോ ഞാൻ വന്നാൽ ശരിയാകിയല്ല, മാമച്ചായനെ തന്നെ ഇവിടെ ഇരുത്തിയിട്ട് വരാൻ പറ്റത്തില്ല, ഇനി മാമച്ചായനെയും കൊണ്ട് വരാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത്രയും ദൂരം വണ്ടി ഓടിക്കാൻ മാമച്ചായന് പറ്റില്ല എന്ന് പറയും. അന്നേരം രോഹിത് പറയും, അത് സാരമില്ല ഞാൻ ഓടിച്ചോളാം എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഞങ്ങൾ 2 പേരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിയും കൂടെ എടുക്കേണ്ടതായിട്ട് വരും, അങ്ങനെയാവുമ്പം ഒരുപാട് ദൂരം ഓടിക്കണ്ടേ, ഒരു 150 കിലോമീറ്റർ കാണും ഇവിടുന്ന് കൊല്ലത്തിന്, അത്രയും മാമച്ചായന് ഓടിക്കാൻ പറ്റില്ല, പിന്നെ പോയിട്ട് വരുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ടാണ് നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയും. അന്നേരം ഭവതി ചോദിക്കുന്നുണ്ട്, 150 കിലോമീറ്ററോ, അത്രയും ദൂരം ഓടിക്കാൻ രോഹിയേട്ടന് പറ്റുമോ എന്ന്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, പാലായിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട്, അത് ഞാൻ ഓടിച്ചില്ലേ, പിന്നെ ബാക്കി ഓടിക്കാൻ എന്താ ബുദ്ധിമുട്ട്, ഇതാണെങ്കിൽ നല്ല സൂപ്പർ ഹൈവേയിൽ ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്നു. ഏതായാലും അപ്പോഴത്തേക്കും അലീനയും രേവതിക്കുട്ടിയും ഒക്കെ റെഡിയായി വരുന്നുണ്ട്. അന്നേരം പോകാൻ റെഡിയായി കഴിയുമ്പോഴേക്കും മാമച്ചായം പറയുന്നുണ്ട്, അവിടെ ചെന്ന് കഴിയുമ്പം കൊച്ചിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തോണം എന്ന്. രേവതിക്കുട്ടി പറയും, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞങ്ങൾ 5 സ്മാർട്ട് ഫോണുമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എല്ലാം നല്ല കറക്റ്റായിട്ട് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നോളാം എന്ന്. അന്നേരം മാമച്ചായൻ ഒന്നുകൂടെ പറയുന്നുണ്ട്, ആരൊക്കെയോ ആ കുട്ടിയെ സ്പോൺസർ ചെയ്യാം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ, അതിനൊന്നും അനുവദിച്ചു കൊടുക്കണ്ട, നമ്മൾ നോക്കിക്കോളാം മോളെ, ആരുടെയും കയ്യിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കൊച്ചിനെ കാണാൻ പോലും കിട്ടിയില്ല, അതുകൊണ്ട് അതൊന്നും അനുവദിച്ചു കൊടുക്കണ്ട കേട്ടോ, ഇപ്പോൾ പോകുന്നവരെ അങ്ങ് പോട്ടെ തൽക്കാലം എന്ന് പറയുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാനത് അവിടെ സിസ്റ്ററുമായിട്ട് സംസാരിച്ചോളാം, പിന്നെ കഴക്കൂട്ടത്തെ ഒരു സിസ്റ്ററിനാണ് ചിന്നുമോളുടെ ഉത്തരവാദിത്തം, അപ്പോൾ ആ ഒരു സിസ്റ്റർ പറയാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ ഇത്രയൊക്കെ സംസാരിച്ച് രേവതിക്കുട്ടി കെട്ടിപ്പിടിച്ച് ഗ്രേസിയമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കും, എന്നിട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് പോരുവാണ്. പിന്നീട് ഇതിനിടയ്ക്ക് ബാലേന്ദ്രനെയും ഗോവർദ്ധനെയും കാണിക്കുന്നുണ്ട്. യാത്രക്കിടയ്ക്ക് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, ഇനി നമ്മൾ പോകുന്നത് പുനലൂരേക്കാണ് എന്ന്. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും, അവിടെ ആരെയാ കാണേണ്ടത്, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഈ യാത്രയുടെ അവസാനം എല്ലാ കാര്യങ്ങളും ഞാൻ ഗോവർദ്ധനോട് തുറന്നു പറയാം, അതുപോലെ എന്ന്. അത് മതി എന്ന് പറയുന്നു. അന്നേരം അവിടെ ആരാണ് ഉള്ളത് എന്ന് ഒന്നുകൂടി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ച ഭൂതമുള്ളത്, ഭൂതത്തെ തുറന്നു വിടാൻ വേണ്ടി നമ്മൾ കേണലിൻ്റെ കയ്യിൽ താക്കോലുമായിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പം കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ഇനി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗോവർദ്ധനെയാണ് കാണിക്കുന്നത്. പിന്നെയും നമ്മുടെ രേവതിക്കുട്ടിയും രോഹിത്തിനും ഒക്കെ കാണിക്കുന്നു. വണ്ടിക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത് രേവതിക്കുട്ടിയാണ്. കുറച്ച് ഓടിച്ചതിന് ശേഷം
സംശയം പോലെ രോഹിത് അലീനയോട് ചോദിക്കും, ചേച്ചി ഈ വഴിയൊക്കെ തന്നെയല്ലേ, ശരിയല്ലേ എന്ന്. അന്നേരം ശരിയാടാ, നീ പൊയ്ക്കോ എന്ന് പറയുന്നു. അന്നേരം രേവതിക്കുട്ടിക്ക് അത് ഇഷ്ടപ്പെടുകയല്ലേ. രേവതിക്കുട്ടി ചോദിക്കും, ഇത്രയും നേരം വഴി പറഞ്ഞ് തന്നുകൊണ്ടിരുന്നത് ഞാനല്ലേ, എന്നിട്ട് തെറ്റിയില്ലല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇനി അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയണമല്ലോ, അതുകൊണ്ടൊന്ന് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അയ്യോ വഴി തെറ്റാത്ത ഒരാൾ എന്ന് പറഞ്ഞിങ്ങനെ കളിയാക്കുവാണേ. അന്നേരം അലീനയ്ക്കും ദേഷ്യം വരുന്നുണ്ട് രേവതിക്കുട്ടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അന്നേരം രോഹിത് പറയും, അതെ ഈ സാധനത്തിനോട് മിണ്ടാതിരുന്നോളാം പറഞ്ഞോണം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന്. അന്നേരം നീ ഒന്നും മിണ്ടാതിരിക്കരുത് എന്ന് പറയുമ്പോൾ, ഓ ബോഡി ഗാർഡ് വന്നു, ഞാൻ മിണ്ടാതിരുന്നോളാം, അല്ലെങ്കിലും ആ ഹരിമോൻ നല്ല വഴിക്കോടെയാണല്ലോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത്, ഹരിമോൻ പറയുന്ന വഴിയെ മാത്രം അങ്ങ് പോയാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ചൊറിയുന്നുണ്ട് അതിനിടയ്ക്ക്. അന്നേരം ഈ സാധനത്തിൽ നാണെന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. എന്നാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബബിത പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ ഒരാളുടെ നാക്കിൻ്റെ മുമ്പിൽ രോഹിയേട്ടൻ തോറ്റു പോകുന്നത് ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ അവരും ചിരിക്കുന്നുണ്ട്. ഏതായാലും ഇതിനെല്ലാം ശേഷം അവർ ത്യാഗഭവനിലേക്ക് എത്തുന്നു. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ചിന്നുമോളെ കാണിക്കുന്നു. ചിന്നുമോളെ ഓടി വന്ന് എടുക്കുന്ന രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട്. അതിന് കഴിഞ്ഞ് അവരെല്ലാവരും കൂടി പുറത്ത് പോകുന്നുണ്ട്, പാർക്കിലൊക്കെ പോകുന്നുണ്ട്. ചിന്നുമോള് കൂടുതൽ നേരം പിന്നെ കളിക്കുന്നത് രോഹിത്തിൻ്റെ കൂടെയാണ്. രോഹിത്തും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ അവരുടെ കുറേ നല്ല നല്ല നിമിഷങ്ങളും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.